ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച് സുപ്രീംകോടതി. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ മറ്റ് 5 പ്രതികൾക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. കേസിലെ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ 5 വർഷമായി വിചാരണ കൂടാതെ ജയിലിൽ കഴിയുകയാണെന്നും തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്നുമുള്ള പ്രതികളുടെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ഇരുവരും ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് തെളിവുകളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. UAPA നിയമപ്രകാരമുള്ള ജാമ്യവ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്തിനെതിരായ ഗൂഢാലോചനയാണ് നടന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനായിരുന്നു ശ്രമമെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കേസിലെ മറ്റ് പ്രതികളായ ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫാഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കർശന നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 2020 ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിലുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തിയാണ് വിദ്യാർത്ഥി നേതാക്കളായ 9 പേർ അറസ്റ്റിലായത്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നിവയ്ക്കെതിരായ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു അറസ്റ്റ്. വടക്കുകിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിൽ 50 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ പ്രമുഖ അഭിഭാഷകരാണ് പ്രതികൾക്കായി ഹാജരായത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.